എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പലർക്കും എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. പല മേഖലകളിലായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലൊരു ക്ലാസ് ഇവിടെ കേട്ട് കഴിഞ്ഞു മനോജ് സാറിന്റെ. നിങ്ങളെല്ലാം വളരെ സന്തോഷത്തോടും വളരെ ശ്രദ്ധയോടും ആകുലതയോടും ഒക്കെ കേട്ടിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ കേട്ടിരുന്നു. പക്ഷെ ഞാൻ ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര സന്തോഷവും കാണത്തില്ല, ആകുലതയും കാണത്തില്ല. കാര്യം മറ്റുള്ളവരുടെ കാര്യം നമ്മൾ വളരെ സന്തോഷത്തോടെ കേട്ടു. ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് പോലെയൊക്കെ തോന്നും. എനിക്കത് പറയാതിരിക്കാനും പറ്റുകയില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്. കാര്യം നമുക്കറിയാം, 2006 ഇന്ത്യൻ പാർലമെന്റ് ഫുഡ് സേഫ്റ്റി ആക്ട് പാസാക്കിയത്. 2011 ഓഗസ്റ്റ് 5 അത് കേരളത്തിൽ, ഇന്ത്യ മുഴുവനും അതിന്റെ ഭാഗമായി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അന്ന് മുതൽ ഈ KHR എന്ന് പറയുന്ന സംഘടന ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിന് ആർക്കൊരു സംശയം കാണുകയില്ല അല്ലെ? ഇരിക്കുന്ന പലരും ഞങ്ങളോടൊപ്പം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും പല ആൾക്കാരെ ക്ലാസ്സിന് സംഘടിപ്പിക്കുകയും ഫുഡ് സേഫ്റ്റിയുടെ എല്ലാ അവയർനെസ് ക്ലാസ്സിലും സഹായ സഹകരണങ്ങൾ ചെയ്യുകയും അതോടൊപ്പം ഞങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി ആക്ഷനായ പല ഫൈനുകളും പല കേസുകളും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഒരു നാണയത്തിന്റെ 2 വശം പോലെയാണ് അവയർനെസ്, എൻഫോഴ്സ്മെന്റ്. ഇത് രണ്ടും ചേരാതെ നമുക്കൊരു നിയമം നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പേഴ്സണലി എനിക്ക് ഇവരോടെല്ലാം സ്നേഹമാണ്. പക്ഷെ നമ്മൾ ഒരു നിയമമായി പോകുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ഫുഡ് സേഫ്റ്റി ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഒപ്പം തൂഫാൻ, അതായത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും രണ്ടിന്റെയും കൂടി ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെന്റെ ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും. നമുക്കറിയാം എന്താണ് ഫുഡ് സേഫ്റ്റി ഹൈജീൻ. നിങ്ങൾക്കറിയാം, വൃത്തിയുമുണ്ട് ഹൈജീനുമുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? വൃത്തിയും ശുചിത്വവും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്താ നിങ്ങൾ പറയുന്നത്? ഉണ്ടോ? 2 വാക്കുകളാണ്. ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കഴുകുന്നു, നമ്മൾ നോക്കുമ്പോൾ കൈക്ക് വൃത്തിയുണ്ട്. എന്നാൽ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുന്നു, അതാണ് ശുചിത്വം. മനസ്സിലായില്ലേ? രോഗങ്ങൾ പടരാതിരിക്കാൻ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഹോട്ടലുകള്, നമ്മുടെ സ്ഥാപനങ്ങള് അതുപോലെയുള്ള വൃത്തിയാക്കുന്നതിനെയാണ് ഈ ഹൈജീൻ സ്റ്റാറ്റസ്, ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി വൃത്തിയാണെന്ന് പുറമേ നിൽക്കുന്നവരും അല്ലെ പലപ്പോഴും ഞങ്ങളോട്, നിങ്ങൾ ഉൾപ്പെടെ അല്ലെ പല ആൾക്കാരും വന്നു നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്, പക്ഷെ ഫുഡ് സേഫ്റ്റി നോക്കുമ്പോൾ ചിലപ്പോൾ അത് വൃത്തി കാണത്തില്ല. മനസ്സിലായില്ല? പലപ്പോഴും തോന്നുന്നത് അങ്ങനെയാണ്. നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്, പക്ഷെ ഫുഡ് സേഫ്റ്റിയുടെ റെഗുലേഷൻ പ്രകാരം, റെഗുലേഷൻ ഷെഡ്യൂൾ 4 പ്രകാരം, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫുഡ് സേഫ്റ്റി ആക്ട് റെഗുലേഷൻ ഉണ്ട്, റൂൾസ് ഉണ്ട്. അതേപോലെ ഫുഡ് സേഫ്റ്റി ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ റെഗുലേഷനിൽ ഷെഡ്യൂൾ 4 ഉണ്ട്. ഷെഡ്യൂൾ 4 ഈ ഹൈജീൻ സംബന്ധമായ കാര്യങ്ങൾ പറയുന്നത്. അതിൽ നോക്കുമ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് വന്ന് അവരുടെ കണ്ണുകളിലൂടെ ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ മാനദണ്ഡ പ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ഹോട്ടലുകൾ ചിലപ്പോൾ അത്രത്തോളം നല്ലതായിരിക്കില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു നടപടി, നിങ്ങൾ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഞങ്ങളുടെ ജോലിഭാരം കുറഞ്ഞു. അതായത് ഞങ്ങള് ആലപ്പുഴയില് 10 ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട്. അതായത് ഫീൽഡിൽ ജോലി ചെയ്യുന്ന 9 ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഈ വലിയ ജില്ലയിൽ. ആലപ്പുഴ ചെറിയ ജില്ല, എന്നാൽ ഒത്തിരി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്.